നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പുറത്തൂർ ജനതയുടെ ചിരകാലാഭിലാഷം പൂവണിയുന്നു. നായർത്തോട് പാലം നാളെ വൈകിട്ട് 4 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. പുറത്തൂർ പടിഞ്ഞാറേക്കര നിവാസികളുടെ യാത്രാ ദുരിതത്തിന് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ അറുതിയാവും. പടിഞ്ഞാറക്കരയെയും കാവിലക്കാടിനെയും ബന്ധിപ്പിക്കുന്ന നായർത്തോട് പാലം തിരൂർ പൊന്നാനി പുഴയ്ക്ക് മുകളിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ ഒരു നാട് മറന്നുപോകാത്ത ഒരു പേരുണ്ട്. ഇച്ഛാശക്തിയുള്ള പുറത്തൂരിൻ്റെ ഭരണാധികാരിയായിരുന്ന പുറത്തൂരുകാരുടെ പ്രിയപ്പെട്ട സഖാവ് NP അബ്ദുറഹീം. അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസവും ഇച്ഛാശക്തിയും കൂടിച്ചേർന്നപ്പോൾ ഒരു നാടിൻ്റെ യാത്രാ ദുരിതത്തിന് അറുതിയാവുകയാണ്. ഒന്ന് 18, 19, 20 വാർഡുകളിലായി തിങ്ങിത്താമസിക്കുന്ന തീരദേശ നിവാസികൾ പഞ്ചായത്ത് വില്ലേജ് ആവശ്യങ്ങൾക്ക് മറുകര പറ്റണമെങ്കിൽ മണിക്കൂറുകളോളം തോണിക്കായി കാത്തിരിക്കേണ്ട കാലത്തിനു കൂടി വിരാമമാവുന്നു. കാലവർഷം കനക്കുന്നതോടെ ജീവനും കയ്യിൽ പിടിച്ചു നടത്തിയ തോണിയാത്രകൾ, ആ യാത്രയുടെ ഭീകര ഓർമ്മകൾ പടിഞ്ഞാറേക്കരയിലെ ഓരോ മനുഷ്യനും ഇന്നും പറയാനുണ്ടാവും. 2021 ജൂൺ മാസത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ 54 കോടി രൂപ വകയിരുത്തിയാണ് 458 മീറ്റർ നീളമുള്ള ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നത്. അപ്രോച്ച് റോഡിന് മാത്രമായി 4.5 കോടി രൂപ മാറ്റിവെച്ചു. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി ഒരു വീട് പൂർണ്ണമായും ഏറ്റെടുത്തു. നിലവിൽ കാവിലക്കാട് ഭാഗത്ത് 160 മീറ്റർ റോഡും പടിഞ്ഞാറേക്കര ഭാഗത്ത് 200 മീറ്റർ റോഡും ആണ് പൂർത്തീകരിക്കുന്നത്. അനുബന്ധ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പുരോഗമിക്കുകയാണ്. നായർത്തോട് കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പുറത്തൂരിൻ്റെ ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യതകൾ കൂടി തുറക്കുന്നു. നേരത്തെ കാവിലക്കാട് ഭാഗത്തു നിന്ന് പടിഞ്ഞാറേക്കര അഴിമുഖം ബീച്ചിലേക്ക് പോകണമെങ്കിൽ 15 കിലോമീറ്റർ ചുറ്റി വേണമായിരുന്നു. ഇത് കേവലം 3 കിലോമീറ്ററായി കുറഞ്ഞു. വൈകുന്നേരങ്ങളിൽ നായർത്തോട് കടവ് പാലത്തിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണം ഏറെയാണ്. ഉദ്ഘാടന ചടങ്ങിൽ തവനൂർ മണ്ഡലം MLA ഡോക്ടർ KT ജലീൽ അധ്യക്ഷനാവും. ത്രിതല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക്, നിളാവിഷൻ, പുറത്തൂർ.